സൗർമലയുടെ മുകൾ ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം മക്ക പട്ടണം വിശാലമായി നമുക്ക് നാനാഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും കുറച്ചുകൂടി മുന്നോട്ട് പോകണം സൗർ ഗുഹയിലെത്താണ്. ഇതുപോലെയുള്ള ചീളുകളായി അടുക്കി വെച്ച പാറക്കഷ്ണങ്ങൾ ചെങ്കുത്തായി നിൽക്കുന്ന ഈ ഒരു മലയുടെ ഏറ്റവും മുകൾ ഭാഗമാണിത്. ഇവിടേക്കാണ് ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമൊത്ത് ഹിജ്റയുടെ വേളയിൽ ഹിജ്റ ആരംഭിക്കുന്നതിൻ്റെ തുടക്കത്തിലെ 3 ദിവസം വിശ്രമിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് മദീനയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മദീനയുടെ എതിർ ദിശയിലേക്ക് നടക്കുകയും അങ്ങനെ ഈ സൗർ ഗുഹയുടെ മുകളിൽ അവർ 3 ദിവസം ശത്രുക്കളുടെ തിരച്ചിലൊക്കെ ഒന്ന് സമാധാനമാവുന്നത് വരെ ഇവിടെ താമസിക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ അവർ ഇവിടെ ഇനി നമ്മൾ കാണാനിരിക്കുന്ന ആ ഗുഹയിൽ 3 ദിവസം വിശ്രമിക്കുകയും തങ്ങൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും മറ്റു വിവരങ്ങളും അറിയിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളെയും അടിമയായ ആമിർ ബിൻ ഫുഹൈറയെയും എല്ലാം ഏർപ്പാട് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബറും ഈ മല കയറി ഇവിടെ എത്തി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിച്ച ആ ഒരു ഗാർ സൗറാണ്. അല്ലാഹ് പടച്ച റബ്ബേ, ഇതാണ് ആ സൗർ ഗുഹ. ഈ ഒരു ഗുഹയുടെ ഉള്ളിലാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമൊത്ത് 3 ദിവസം വിശ്രമിച്ചത്. അല്ലാഹ് റബ്ബേ, അല്ലാഹ് മക്കയിൽ വന്നിട്ട് ഇത്രയും മനോഹരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചതുപോലെയുള്ള വിശ്രമിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചതുപോലെയുള്ള ഈ ഒരു ഗുഹ കാണാതെ പോവുക എന്നുള്ളത് എങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യന് സാധിക്കുക? അത്രയും മനോഹരമായ, അധികമാരും കയറി ചെല്ലാൻ മടിക്കുന്ന ഹിറാ ഗുഹ പോലെയല്ല, ഇത്രയും മനോഹരമായ ഒരു പ്രദേശത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശ്രമിക്കാൻ ഇടമൊരുക്കി കൊടുത്ത സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും 2 പേരും 3 ദിവസം താമസിച്ച ഈ ഒരു ഗുഹ അൽഹംദുലില്ലാഹ് ഇവിടെയാണ് ഇപ്പോൾ എത്തിയത്. ഇതിൻ്റെ 2 വഴിയാണുള്ളത്. ഒന്ന് ഈ ഒരു വഴിയും ഒന്ന് ഇവിടെയുള്ള ഈ ഒരു മുന്നിലുള്ള ഈ ഒരു വഴിയും. ഈ മുന്നിലുള്ള ഈ ഒരു വഴിയുടെ മുൻഭാഗത്ത് ശത്രുക്കൾ അവിടെ വരെ എത്തി എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്.